നീറ്റിൻ്റെ കെമിസ്ട്രി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റീവ്ലി സിമ്പിളായിട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എസ് ബ്ലോക്കും പി ബ്ലോക്കും ഹൈഡ്രജനും ഒക്കെയാണ്. അതാകുമ്പോൾ നമുക്ക് വലിയ സ്ട്രെസ് ഇല്ലാത്ത പോർഷൻസ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു പർട്ടിക്കുലർ കാറ്റഗറിക്ക് ഈ ഒരു ഏരിയ ഭയങ്കര ടഫാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എലമെൻറ്റ്സ് തന്നിട്ട് അതിൻ്റെ ഇലക്ട്രോ പോസിറ്റിവിറ്റിയുടെ ഓർഡറിൽ, ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡറിൽ, ബേസിക് നേച്ചറിൻ്റെ ഓർഡറിൽ, റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹൈഡ്രജൻ്റെ ഓർഡറിൽ ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് അറിയത്തില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ച് വെക്കും. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്പാടെ കാണാതെ പഠിച്ച് വെക്കും. പക്ഷേ എപ്പോഴും അത് അങ്ങനെ ചോദിക്കണം എന്നില്ല. ഒന്നോ രണ്ടോ എലമെൻറ്റ്സ് മാറ്റിയാൽ തന്നെ ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഫുൾ ഓർഡർ തെറ്റിപ്പോവും. അപ്പോൾ ഇതിന് കുറച്ച് ട്രിക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ ചാപ്റ്റേഴ്സ് പഠിക്കാനും ട്രിക്സും കാര്യങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ നോമൻക്ലേച്ചർ അറിയാണ്ട് എത്ര കഷ്ടപ്പെട്ട് തലകുത്തി മറിഞ്ഞാലും ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്, ക്ലാസ് 11 ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീൽ ചെയ്യുന്നത്, കെമിസ്ട്രി. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, അതിൻ്റെ നല്ല നല്ല വീഡിയോസ് എവിടെയൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണേ. +1 ഫസ്റ്റ് ചാപ്റ്റർ ഇല്ലേടാ, സം ബേസിക് കൺസെപ്റ്റ്. നമ്മുടെ സം ബേസിക് പ്രിൻസിപ്പിളും ഹൈഡ്രോ കാർബണും ആൽഡിഹൈഡും കീറ്റോണും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരു ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇയറിലും 2 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ചാനലിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ മറ്റേ വെയിറ്റേജിൻ്റെ PDF ഇട്ടിട്ടുണ്ടോ, അതും കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ടുള്ളൊരു സമയം കിട്ടത്തില്ല. അപ്പം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയാൽ മതി. ഞാനൊന്നും കൂടെ റീഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ആവറേജ് 2 ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ് സം ബേസിക് കൺസെപ്റ്റ്സ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ മൊളാലിറ്റി അതൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരുടെയും തലയിലൂടെ ഇങ്ങനെ കറങ്ങും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഒരു ബുക്ക് എടുക്കുക, ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ തുടക്കം മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, മറ്റേ ഡെഫിനിറ്റീവ് പ്രൊപ്പോർഷൻ, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ലോ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ചാപ്റ്ററൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പക്ക ഇക്വേഷൻസ് എഴുതി നമ്മൾ ടെക്സ്റ്റിൽ റിട്ടൺ ആയിട്ടുള്ള, ടെക്സ്റ്റിൽ ഓൾറെഡി ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വർക്കൗട്ട് ചെയ്യുക. MDG എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തിട്ട് നിങ്ങൾ അതിനകത്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. കാരണം ഇതിനകത്ത് നമ്മൾ അത്രയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇക്വേഷൻസ് പഠിക്കുക, അതിനകത്തുള്ള കാര്യങ്ങൾ വായിക്കുക, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതേ ആ ഒരു ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം. എല്ലാ ഇയറിലും ഏകദേശം ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതിനകത്തിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബോർ മോഡലൊക്കെ വരുമ്പോഴാണ്. മറ്റേ സ്പെക്ട്രം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ട്. അതിനകത്ത് ചിലപ്പം വേവ് ലെന്തിൻ്റെ ഓർഡറിൽ, ഫ്രീക്വൻസിയുടെ ഓർഡറിലൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചോ. അപ്പോൾ ഈ നമ്മൾ ബോർ മോഡലൊക്കെ വരുമ്പോഴത്തേക്ക്, ലൈൻ സ്പെക്ട്രം ഒക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരുടെയും കിളി പാറും. ഇപ്പോൾ ബാമാർ സീരീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഷോർട്ട് വേവ് ലെന്ത് ഏതാ, ലോങ്ങസ്റ്റ് വേവ് ലെന്ത് ഏതാ, ആ ഒരു പ്രോബ്ലം തന്നിട്ട് അതിനകത്തുള്ള ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് കണ്ടുപിടിക്കുക, ലോങ്ങസ്റ്റ് വേവ് ലെന്ത് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പതറിപ്പോവും. അപ്പോൾ ഇങ്ങനെ പതറുന്നവർക്ക് ഞാൻ ഒരു നല്ല ഓപ്ഷൻ പറഞ്ഞുതരാം. ഫിസിക്സ് വാലയുടെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ സൈഡിലായിട്ട് കാണിച്ചിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഓർഡറിൽ, അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന എല്ലാ ലിങ്കും ഞാൻ ഓർഡറിൽ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. 7:53, അതായത് 7 മിനിറ്റ് 53 സെക്കൻഡ് മുതൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ ആ ഒരു ലെവലിലുള്ള എല്ലാ കൺഫ്യൂഷൻസും മാറും. സംഭവം ഹിന്ദിയാണ്, പക്ഷേ നിങ്ങൾക്ക് നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് നോക്കി നോക്ക്. അപ്പോൾ ഞാൻ നോക്കുമ്പം ഈ ലൈൻ സ്പെക്ട്രം, ഈ ഷോർട്ടസ്റ്റ് വേവ് ലെന്ത്, ലോങ്ങസ്റ്റ് വേവ് ലെന്ത് ഒക്കെ പറയുമ്പോഴാണ് പിള്ളേർക്ക് നല്ല രീതിയിൽ കറങ്ങുന്നത്. ഹൺസ് റൂൾ, ഓഫ് പ്രിൻസിപ്പിൾ, അതൊക്കെ 9 മിനിറ്റ് ഇതുള്ള വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ്. അപ്പോൾ നിങ്ങളത് അങ്ങനെ പഠിക്കുക. സ്ട്രക്ചർ ഓഫ് ആറ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് മറ്റേ ന്യൂലാൻഡ്സ് ഒക്ടേവ്സ്, ഡോബർനസ് ട്രയാഡ്, മെൻഡലേവിൻ്റെ സംഭവങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് പീരിയോഡിക് ടേബിൾ പഠിക്കണം. നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കാണ്ട് വേറെ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പോൾ D&F വന്നാലും എസ് ബ്ലോക്ക് വന്നാലും പി ബ്ലോക്ക് വന്നാലും, നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും പീരിയോഡിക് ടേബിൾ വേണ്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇന്നേ വരെ പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിച്ചിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ലടാ, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ എന്താ, പിന്നെ ഈ 100 അബോ, അതിനകത്തിൽ കുറേ ഒരു ബോക്സ് ഇല്ലേ, നോമൻക്ലേച്ചർ അബോ 100, അതെപ്പോഴും നിങ്ങൾ ഒന്ന് പഠിച്ച് വെക്കേണ്ടതൊരു കാര്യമാണ്. ചിലപ്പോൾ അത് അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നീറ്റിന് കിട്ടാവുന്നതാണ്. നമ്മൾ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഒന്നും വിട്ട് കളയാണ്ടിരിക്കുക. പിന്നെ ഈ അയണൈസേഷൻ എനർജി, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇതൊക്കെ പറയുമ്പോഴാണ് എല്ലാവർക്കും പതറിപ്പോകുന്നത്. അതിന് നമുക്ക് കുറേ ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നിങ്ങൾ കോമളി മാമിൻ്റെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോ അറൗണ്ട് 50 മിനിറ്റ്സ് ആണുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വക കൺഫ്യൂഷൻസ് ഒക്കെ മാറും. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്ങിൽ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ ലൂയിസ് സ്ട്രക്ചർ, കോവാലൻ ബോണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് ചെയ്യേണ്ടുന്നത്, ഞാൻ ഫിസിക്സ് വാലയുടെ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ സാറിൻ്റെ ആ ഒരു വീഡിയോ കാണും. ഒരു അത്യാവശ്യം, അതായത് ഇപ്പോൾ ലൂയിസ് സ്ട്രക്ചറിൽ നിന്നൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. എപ്പോഴും ഹൈബ്രിഡൈസേഷൻ ഫോക്കസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അഥവാ വന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ്, അതായത് ഹൈബ്രിഡൈസേഷൻ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമളി മാമിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടാൽ
കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവും. പിന്നെ നമ്മളിപ്പം സ്ട്രക്ചർ ട്രയാങ്കുലർ, പ്ലാനാർ, ബൈ പിരമിഡൽ, ഒക്ടാഹെഡ്രൽ, SP3, SP2 ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് പതറിപ്പോവും. അതിന് നിങ്ങൾ ഫിസിക്സ് വാലയുടെ ഈ ഒരു വീഡിയോ കണ്ടു നോക്ക്. 23 മിനിറ്റ് 50 സെക്കൻഡ് മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടാൽ മതി. ഈ വീഡിയോ അറൗണ്ട് 1 മണിക്കൂറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ നല്ല സിമ്പിൾ ആവുക. ഏത് കോമ്പൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. അത് എൻ്റെ വാക്കാണ്. അത്രയ്ക്ക് പക്ക ഉള്ളൊരു വീഡിയോ ആണത്. നിങ്ങൾ അതൊന്ന് വിസിറ്റ് ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞ പോലെ ലൂയിസ് സ്ട്രക്ചറിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിസിക്സ് വാലയുടെ ഈ വീഡിയോ കാണാം, അല്ലെങ്കിൽ കോംപ്ലി മാമിൻ്റെ ഈ വീഡിയോ കാണാം. നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സമയവും കാര്യങ്ങളും വെച്ച് നോക്കുക. പിന്നെ നമ്മൾ മറ്റേ മോളിക്കുലാർ ഓർബിറ്റ്, ബോൺ പെയർ, ലോൺ പെയർ ഒക്കെ വരുമ്പോഴാണ് എല്ലാവരും നന്നായിട്ട് പതറുന്നത്. അതിന് നിങ്ങൾ ഫിസിക്സ് വാലയുടെ ഈ വീഡിയോ കണ്ടു നോക്കി. ഇത് ഭയങ്കര ബെസ്റ്റ് വീഡിയോ ആണ്. ഞാൻ സെലക്റ്റീവായിട്ടുള്ള ആ ഒരു ചാപ്റ്റേഴ്സിലെ സെലക്റ്റീവായിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുള്ളൂ. മറ്റേ എന്താണ് സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്യുന്ന കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സാറിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടു നോക്കി. ഇതൊരു 50 മിനിറ്റ് വീഡിയോ ആണ്. പക്ഷേ ഈ ഒരു ഇപ്പോൾ നമ്മളൊരു വൺ ഷോട്ട് വീഡിയോസ് കണ്ട് മൊത്തം ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു നല്ലത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്ത് അതിൻ്റെ വീഡിയോസ് കണ്ട് തറവാക്കുക. കാരണം അതിൽ നിന്ന് ഏത് രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റണം. അപ്പം സാറിൻ്റെ ഈ ഒരു എന്താണ് നമ്മുടെ ഹൈബ്രിഡൈസേഷൻ്റെ ആ ഒരു വീഡിയോയും അതുപോലെ തന്നെ മോളിക്കുലാർ ഓർബിറ്റൽസിൻ്റെ ഈ ഒരു വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ കാര്യം നല്ല കൃത്യം തറവാകും കേട്ടോ. അപ്പം അങ്ങനെ ഇത് വീഡിയോ ഏകദേശം ഒരു 1 മണിക്കൂർ 16 മിനിറ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് പഠിച്ച് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ വാക്കാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ നിന്നുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. തെർമോഡൈനാമിക്സ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണടാ. അത് നമ്മൾ ഈ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് നെഗറ്റീവ്, അതായത് ഇപ്പോൾ ഡെൽറ്റ യു ഇസിക്കൽ ടു Q - W നമ്മൾ അതിനകത്ത് ഒരു പോസിറ്റീവോ ഒരു നെഗറ്റീവോ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ മാറും. അപ്പോൾ തെറ്റിപ്പോകാനുള്ളൊരു ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ തെർമോഡൈനാമിക്സിൻ്റെ തുടക്കത്തിൽ തന്നെ എന്താണ് എക്സ്റ്റെൻസീവ് ഇൻറ്റൻസീവ് മാറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അത് പഠിക്കാനായിട്ട് കോമളി മാമിൻ്റെ ഈ ഒരു വീഡിയോ മതി. ഇത് ഏകദേശം 15 മിനിറ്റേ ഉള്ളൂ. അത് പഠിക്കാനായിട്ട് നമ്മൾ 1 മണിക്കൂറിൻ്റെ വീഡിയോ കാണേണ്ട കാര്യമില്ല. ഇത് പഠിച്ചാൽ മതി. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ഫിസിക്സ് വാലയുടെ കാണണം അവിടെ. മറ്റേ CP, CV, വർക്ക് ഡൺ ബൈ ഗ്യാസ്, വർക്ക് ഡൺ ഓൺ ഗ്യാസ്, ഫസ്റ്റ് ലോ, എൻതാൽപ്പി, സെക്കൻഡ് ലോ, ഇതൊക്കെ ഫിസിക്സ് വാലയുടെ വീഡിയോസാണ് കാണേണ്ടുന്നത്. നമ്മളത് മസ്റ്റായിട്ട് കാണണോടാ. കാരണം ഈ വൺ ഷോട്ട് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത്രയും ക്ലാരിറ്റി വരണമെന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫിസിക്സ് വാലയുടെ ഈ ഒരു വീഡിയോസ് ഒന്ന് കണ്ടു നോക്ക്. പിന്നെ ഇക്വിലിബ്രിയം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പം പ്രഷർ കൂടുമ്പോഴത്തേക്ക് ഇക്വിലിബ്രിയം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ ഐഡിയ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ കോമളി മാമിൻ്റെ വീഡിയോ ഞാൻ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഫിസിക്സ് വാലയുടെ വീഡിയോ കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. പിന്നെ ബ്രില്യൻറ്റിലെ മറ്റേ അജീത് സാറിൻ്റെ വീഡിയോയും നല്ലതാണ്. ബ്രില്യൻ പാലയുടെ അജീത് സാറിൻ്റെ വീഡിയോ നല്ലതാണ്. അയോണിക് ഇക്വിലിബ്രിയം ഒക്കെ വരുന്നൊരു ഏരിയയിൽ ഭയങ്കര നല്ലതാണ് സാറിൻ്റെ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിക്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോമളി മാമിൻ്റെ വീഡിയോയും കൂടെ ഞാൻ സൈഡിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ നോക്ക്. ഇനി അടുത്ത നമ്മുടെ 8th ചാപ്റ്റർ റെഡോക്സ് റിയാക്ഷൻ. ഇപ്പം നമ്മൾ ആദ്യം റെഡോക്സ് റിയാക്ഷൻ നന്നായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ അറിയുന്നോടാ. അതറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ അതും ഇതും പഠിച്ചെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ പഠിക്കാൻ വേണ്ടിയിട്ട് സാറിൻ്റെ ഫിസിക്സ് വാലയുടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വീഡിയോ ഹിന്ദിയിലാണെന്ന് വിചാരിച്ച് നിങ്ങൾ സ്ട്രെസ്ഡ് ആവേണ്ട, നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. സാർ ബോർഡിൽ എഴുതിയാണ് പഠിപ്പിക്കുന്നത്, അപ്പോൾ നമുക്ക് കൃത്യം മനസ്സിലാവുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ ഈ ഒരു വീഡിയോ ബാലൻസിങ് ബൈ ഓക്സിഡേഷൻ നമ്പർ, ആ ഒരു വീഡിയോ കണ്ടാൽ മതി. കാരണം നമ്മളിപ്പം 11th പബ്ലിക് എക്സാം അല്ലല്ലോ, സ്കൂളിലെ എക്സാം ആണെങ്കിലല്ലേ മറ്റേ മെത്തേഡിൽ ചെയ്യുക, ഈ മെത്തേഡിൽ ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡാണ് ഇത്രയും കൂടെ സിമ്പിൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് കണ്ടാൽ മതി. സാറിൻ്റെ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റെഡോക്സ് റിയാക്ഷൻ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ താരങ്ങൾ S ബ്ലോക്ക്, P ബ്ലോക്ക്, ഹൈഡ്രജൻ, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി നിങ്ങൾ വിട്ടേക്ക്, നമ്മളത് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനകത്തുള്ളൂ. S ബ്ലോക്ക്, P ബ്ലോക്ക് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബേസിക് ക്യാരക്ടറിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹൈഡ്രജൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, അയണൈസേഷൻ എനർജിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പതറിപ്പോവും. അതിനൊക്കെ കുറേ ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നിങ്ങൾ കോമളി മാമിൻ്റെ ഈ ഒരു വീഡിയോ കണ്ട് നോക്ക്. ബാക്കി മറ്റേ നമ്മുടെ എന്താണ് ലൈമിൻ്റെ ആ ഒരു സെക്ഷനൊക്കെ ഉണ്ടല്ലോ, ബാക്കി നമ്മൾ തിയറി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആ ഒരു സെക്ഷനൊക്കെ നിങ്ങൾ പക്കാ പഠിക്കണം. ബാക്കി ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നോക്ക്. പിന്നെ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന ചാപ്റ്റർ എന്തൊക്കെയാണ്? സം ബേസിക് പ്രിൻസിപ്പിൾസും ഹൈഡ്രോ കാർബണുമാണ്. ഇതിനകത്തുള്ള സം ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോമൻക്ലേച്ചർ പക്ക ആയിരിക്കണം. സം ബേസിക് പ്രിൻസിപ്പിൾസ് എന്നല്ല, അങ്ങോട്ടുള്ള എല്ലാം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താണ് നോമൻക്ലേച്ചർ നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സാറിൻ്റെ കുറച്ച് വീഡിയോസ്, ഫിസിക്സ് വാലയുടെ കുറച്ച് വീഡിയോസ് ഞാനിവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അത്രയും വീഡിയോസ് നിങ്ങൾ കണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നോമൻക്ലേച്ചറിൽ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത് എൻ്റെ ഒരു വാക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത്രയും നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഐസോമറിസം, മറ്റേ
എന്താണ് E1 റിയാക്ഷൻ, E2 റിയാക്ഷൻ, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഷോട്ട് കാണുന്നതിനെക്കാട്ടിലും സാറിൻ്റെ ലോങ് വീഡിയോസ് കാണുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഒരു ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സം ബേസിക് പ്രിൻസിപ്പിൾ നല്ല വൃത്തിക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ആ ഒരു ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൽഡിഹൈഡും മറ്റേ കീറ്റോണും കാർബോക്സിലിക് ആസിഡും ഒക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ്, ഞാൻ ഈ കാണിച്ചേക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്ക്. മറ്റേ എനൻഷ്യോമേഴ്സ്, ടോട്ടോമെറസം, ഡയസ്റ്റീരിയോമേഴ്സ്, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. നമ്മളതൊരു ക്ലാസ് കണ്ട് തന്നെ നമുക്ക് തറവാക്കണം കേട്ടോ. ഈ ഒരു ക്ലാസ്സൊക്കെ നിങ്ങൾ കണ്ടു നോക്ക്. ഇപ്പം നമ്മൾ ഹൈഡ്രോ കാർബൺ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് കാണാതെ വേറെ ഒരു വഴിയുമില്ല. വൺ ഷോട്ട് വീഡിയോസ് കണ്ടാലും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യത്തിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ നമ്മുടെ ക്ലാസ് 12ൻ്റെ ട്രിക്സൊക്കെ ആയിട്ട് എവിടേക്കാണ് എന്തൊക്കെയാണ് വീഡിയോസ് കാണേണ്ടതെന്നുള്ളതൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ള ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഓടി വന്നൊരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് 1 മണിക്ക് ക്ലാസ് ഉണ്ട്, അതാണ് ഇത്ര അടിച്ചു വിട്ട് പറയുന്നത്. നിങ്ങൾ ഒന്ന് സ്ലോ ഒക്കെ ആക്കി കണ്ടു നോക്ക്. അപ്പോൾ അത്രയുള്ള ശരി, ടാറ്റ.